പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. സ്നേഹമുള്ളവരെ, സാഹചര്യം ഇതാണ്. യേശുവിൻ ജെറൂസലം യാത്രയാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ 2-ാമത്തെ ഭാഗം 9:51 മുതൽ 19:46 വരെയുള്ള ഭാഗങ്ങൾ ജെറൂസലം യാത്രയായിട്ടാണ് അവതരിപ്പിക്കുക. ജെറൂസലമിലേക്കുള്ള യാത്ര, ആ യാത്ര കുരിശിലേക്കാണ് പോകുന്നത്. ആ യാത്രാമധ്യേ യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് ശിഷ്യത്വത്തെക്കുറിച്ച്. അപ്പോൾ എന്താണ് ശിഷ്യൻ്റെ ജോലി, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് പ്രതീക്ഷിക്കേണ്ടത്, ആ ഒരു ശിഷ്യത്വത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ് ഈ ഭാഗം മുഴുവനും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എടുത്തു കാണിക്കുക, ശിഷ്യത്വത്തിന് കൊടുക്കേണ്ട വില. ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാകാം. വെറുക്കുക, മാതാവിനെയും പിതാവിനെയും സഹോദരങ്ങളെയും എല്ലാം വെറുക്കണോ? യേശു സ്നേഹിക്കാൻ പഠിപ്പിച്ചത് എല്ലാവരെയും സ്നേഹിക്കണം, പക്ഷേ വെറുക്കാതെ എന്ന് പറഞ്ഞാൽ വെറുക്കുകയെന്നല്ല. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം സ്വീകരിച്ച് യേശുവിനെ അനുഗമിക്കുമ്പോൾ അതിന് വിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. അപ്പം മാതാവിനെയും പിതാവിനെയും വെറുക്കുകയല്ല, മാതാവിനോടും പിതാവിനോടുള്ള സ്നേഹം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം സ്വീകരിക്കുന്നതിന് വിഘാതമായി നിൽക്കുകയാണെങ്കിൽ നമ്മളത് ഒഴിവാക്കണം. അപ്പോൾ കുറച്ച് സ്നേഹിക്കുക, ഇപ്പോൾ ദൈവരാജ്യത്തിനുവേണ്ടി ആയിരിക്കുക. മാതാവിനെയും പിതാവിനെയും വെറുക്കുകയല്ല, യേശുവിനെ അനുഗമിക്കുന്നതിൽ യേശുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്നതിൽ സുവിശേഷം അനുസരിച്ച് ജീവിക്കുന്നതിന് ഒരു വിലങ്ങുതടിയും ഉണ്ടാകാൻ പാടില്ല. അത് വ്യക്തിബന്ധങ്ങൾ പോലും ആകാൻ പാടില്ല, കുടുംബ ബന്ധങ്ങൾ പോലും. അതുകൊണ്ടാണ് പലപ്പോഴും മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ച് മക്കൾ പോകേണ്ടി വരിക, മക്കൾ മാതാപിതാക്കന്മാർ തള്ളിപ്പറയേണ്ടി വരുന്നു. അപ്പോൾ യേശുവിൻ്റെ ജീവിതമനുസരിച്ച്, യേശുവിൻ്റെ ഹിതമനുസരിച്ച്, ആഹ്വാനമനുസരിച്ച് ജീവിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങൾ പോലും തകർച്ചയുണ്ടാകാം. കാരണം ഈ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നീതിയുടെയും കരുണയുടെയും സുവിശേഷം സ്വീകരിക്കാൻ സന്നദ്ധമാകാതെ വരുമ്പോൾ എതിർപ്പുണ്ടാകും. അപ്പോൾ യേശു വന്നത് പിളർപ്പുണ്ടാക്കാനല്ല, വെറുക്കാനല്ല പഠിപ്പിക്കുന്നത്. പക്ഷേ യേശുവിനേക്കാൾ കൂടുതൽ, ദൈവത്തെക്കാൾ കൂടുതൽ, ദൈവരാജ്യത്തേക്കാൾ കൂടുതൽ ആരെയും ഒന്നിനെയും സ്നേഹിക്കാൻ പാടില്ല. ഇപ്പോൾ വെറുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സ്നേഹിക്കുക എന്നേ അർത്ഥമാകുന്നുള്ളൂ. മാതാപിതാക്കന്മാരെ വെറുക്കരുത്, പക്ഷേ മാതാപിതാക്കന്മാരോടുള്ള സ്നേഹം ദൈവത്തിൻ്റെ സുവിശേഷം ജീവിക്കുന്നതിന് ഒരു വിലങ്ങുതടിയാവുന്നുണ്ടെങ്കിൽ നമ്മളത് മാറേണ്ടി വരും. ആ തീരുമാനമെടുക്കണം. അങ്ങനെ ആകുമ്പോൾ സംഘടനകളുണ്ടാകും. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ക്രിസ്ത്യാനി പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ മുഖ്യമായ കാരണമാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അനുസരിച്ചുള്ള ജീവിതം. അത് സ്വീകരിക്കാൻ, അനുസരിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അതിനുവേണ്ടി അനുഭവിക്കേണ്ട ത്യാഗങ്ങൾ സ്വീകരിക്കാനുള്ള കൃപയും തമ്പുരാൻ പ്രദാനം ചെയ്യട്ടെ. ഇരുളകറ്റിടുക നിൻ വഴിയേ നടക്ക.